കാട്ടുപന്നി ഉണ്ടോ നടത്തില്ല അതിനകത്തൊക്കെ. അവിടെയൊക്കെ ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ടേ. പിന്നെ ഇത് നിൽക്കുന്നുണ്ടോ, ഇതൊരു ഡേഞ്ചർ സാധനം ഇതുണ്ട്. ഇതൊക്കെ ആന ഇറങ്ങി പോയിരിക്കുന്ന വഴികളാണ്. കെട്ടിടങ്ങളെ കാണാൻ പറ്റും. അത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, MRS. വേരുകളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെള്ളമല്ലേ, നല്ല ഉറവ് കേട്ടോ അവിടെ. ഇത്ര വേനയ്ക്ക് ഇവിടെ പറ്റത്തില്ല, അതാണ്. ഹായ്, നമ്മളിന്നേ ഓലി തേനായിട്ട് പോകണേ. നമ്മൾ കുറേ വനത്തിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ ഓസിട്ട് വെള്ളം എടുക്കുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് തേകി വൃത്തിയാക്കാനായിട്ട് പോകണേ. ദൈവമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാവേ. നമ്മൾ ഇതേ വഴിക്ക് തന്നെ കേട്ടോ ഡാമിലേക്കും പോകുന്നത്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമാണ് കേട്ടോ. നമുക്ക് അത്ര വരെ പോകണ്ട കുളത്തിലേക്ക് ഉണ്ട്. ഇതുപോലത്തെ വലിയ കാനം കേട്ടോ. കാനം എന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ തെങ്ങി കൂടി നിൽക്കുന്ന സ്ഥലമാണ് കാനം എന്ന് പറയുന്നത് കേട്ടോ. ഉണ്ട്, ഇവിടെ എല്ലാം വലിയ വലിയ മരങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെറിയ കുറ്റിക്കാടുകളും. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഹോസ്. നമ്മൾ ഒത്തിരി പൊക്കിയിട്ടിരിക്കുന്നത്, കാരണം ആന വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വലിച്ചു കുറച്ച് കളയേ. അതുകൊണ്ട് ഈ നിൽക്കുന്ന ചൂരിലാണ് കേട്ടോ. ചൂരിലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ പഴം തിന്നാൻ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ താഴെ കുറച്ച് പഴുക്ക് വെപ്പുണ്ടായിരുന്നു. പഴമല്ല, പച്ച. പഴുക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇതൊക്കെ ആന ഇറങ്ങി പോയിരിക്കുന്ന വഴികളാണ്. ഇതുണ്ട്, ഇതുപോലത്തെ വലിയ ചെരുവുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ആന ഇങ്ങനെ കുത്തിയിരുന്നിട്ട് നിരങ്ങി പോകട്ടെ ചെയ്യുന്നത്. അപ്പോൾ ആ വഴിക്കുള്ള മരങ്ങളൊക്കെ തവിടുകൂടിയാവും, ചെറിയ മരങ്ങളൊക്കെ. ആനയ്ക്കൊന്നും പറ്റില്ല കേട്ടോ, നിരങ്ങിങ്ങ് പോകും. അങ്ങനെ നിരങ്ങിപ്പോയിരിക്കുന്നതാണ് കണ്ടത്. ഇതുകൊണ്ട് വലിയ വലിയ വള്ളിച്ചെടികളൊക്കെ വലിയ മരത്തിൻ്റെ മണ്ടയിൽ കയറി കിടക്കുന്നുണ്ടോ. ഇതുകൊണ്ട് ഈ കാണുന്ന ഒരു തരം ചെതലിൻ്റെ കൂടാണ്. ഇത് പൊട്ടി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തം ചെതലായിരിക്കും കേട്ടോ. കോഴിക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇത് വേറെ ഒരു ടൈപ്പ് ചെതലാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഓസ് ഇത്രയും പൊക്കി ഇട്ടിരിക്കുന്നത്, കാരണം ഇത് ആന സ്ഥിരമായിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. കിടക്കുന്ന വഴിയായതുകൊണ്ട് പൊക്കിയിട്ടില്ലേ ആന ഇതെല്ലാം വലിച്ചു മറിക്കും. പിന്നെ വലിയ ശല്യമില്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ആന അങ്ങനെ ക്രോസായിട്ട് കിടന്നു കഴിഞ്ഞാലേ വലിച്ചു മറിക്കത്തുള്ളേ. അതുകൊണ്ട് ഒരു തരം തടിക്കൂണും ഉണ്ടോ, നിറയെ ഉണ്ടേ. അതുകൊണ്ട് ഈ നിൽക്കുന്നൊരു ഈന്തമരം കേട്ടോ. അതിലൊരു ചെതലിൻ്റെ കൂട്ടിരിപ്പുണ്ട്. ഇതൊന്നും പിന്നെ ഉണ്ടാകുന്നില്ല, ഈന്തങ്ങ ഉണ്ടാകുന്നില്ല കേട്ടോ. കാരണം വലിയ മരങ്ങളുടെ കൂട്ടത്തിൽ ഇടയ്ക്കല്ല നിൽക്കുന്നത്. അതുകൊണ്ട് കായ്ക്കുന്നില്ല. വെയിലടിച്ചെങ്കിലേ ഇത് ഈന്തൊക്കെ കായ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം പോകും. പിന്നെ ഇതായി നിൽക്കുന്നുണ്ടോ, ഇതൊരു ഡേഞ്ചർ സാധനം കേട്ടോ. ഇതിൻ്റെ പേരാണ് ചേര്. ഇത് നമ്മൾ ഇതിൻ്റെ വലിയ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞ് നാശമാവേ. അപ്പോൾ അങ്ങനെ ചൊറിയാണെങ്കിൽ തന്നെ ഈ താന്നിമരമില്ല, അതിൻ്റെ ചുറ്റും ഓടണം എന്നാട്ടോ പറയുന്നത്. അത് വെറുതെ അല്ല, തുണിയില്ലാതെ ഓടണം എന്നൊക്കെ പറയുന്നത്. സത്യമാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ വലുതൊക്കെ താഴെ നിൽപ്പുണ്ട്, അതൊക്കെ ചെറിയ മരങ്ങളാണ്. അതൊക്കെ വെട്ടി കുഴപ്പമില്ല. നമ്മൾ ഒരിടം അങ്ങോട്ട് എത്താറായേ. അപ്പോൾ ഓസൊക്കെ ഊരിയിടണം വെള്ളം പോകാനായിട്ട്. ഇതുണ്ട്, ഇവിടെ എല്ലാം ഈ കൂവേലുണ്ട്. ഇതുണ്ടോ, ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇതാ കൂവേലെന്ന് പറയുന്നത് കേട്ടോ. ഇത് ആനയൊക്കെ ഒരുപാട് തിന്നുന്നതാണ്. പിന്നെ ഇത് വെള്ളമുള്ള സ്ഥലത്ത് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇവിടെ എല്ലാം ഈ വയലല്ല, എന്നാലും നല്ല വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ ഓലിക്കൽ എത്തിയിട്ടുണ്ടേ. ഇവിടെ നമുക്ക് 2 ഓലിയാണ് കേട്ടോ ഉള്ളത്. വെളുത്ത ഓലിന്ന് താഴോട്ട് ഓസിട്ട് വെള്ളം ഇങ്ങോട്ടാക്കും. പിന്നെ ഇവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് ഹൗസ് വഴി എത്തിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം വൃത്തിയോടെ കിടക്കുക കേട്ടോ. വെള്ളം കുഴപ്പമില്ല, വെള്ളം നല്ല ശുദ്ധമാണ്. എന്നാലും കരിയിലേക്ക് വീണട്ടെ. വലയിട്ടുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല. ഇത്രയും മരം നിൽക്കുന്നുണ്ടേ എന്തായാലും കരിയിൽ വീഴാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതുകൊണ്ട് ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ല നോക്കി. അപ്പോൾ അവരത് തേകാനുള്ളവരുടെയാണ്. അപ്പോൾ നമുക്ക് വേറെ ചില കാഴ്ചകളിലേക്കൊക്കെ പോവാം. ഇതുകൊണ്ട് ഈ നിൽക്കുന്ന മരമാണ് ഈ മറ്റേ കാട്ടിയാതി ഇല്ലേ, കാട്ടിയാതി. അതാണ് നമ്മുടെ നാടൻ ജാതി ബഡ് ചെയ്യുന്ന ഇതിലാണ് കേട്ടോ. ഇതിൻ്റെ ഈ പൂവിനും പിന്നെ കായ്ക്കൊക്കെ വിലയുണ്ട്. പണ്ടൊക്കെ പറിച്ച് കൊടുക്കുമായിരുന്നു ഞങ്ങൾ. ഇതിൻ്റെ തൈയാണത്. ഉണ്ട്, ഫുള്ള് കരിയിലാണ്. ഇതെല്ലാം ഇനി കളഞ്ഞിട്ട് എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കി ഇടണം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഡാം ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇവിടെ കയറി കഴിഞ്ഞാൽ.
അത് അമ്മമാർ നമ്മളെക്കാളും മുമ്പിൽ നടക്കും കേട്ടോ. ഇത് എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാമെന്ന് തോന്നുന്നു. നോക്കി മുമ്പിൽ കയറി നിൽക്കുക ഉണ്ടോ, കറക്റ്റ് വഴി അറിയാം അമ്മമാർക്ക്. ഇത് പശുക്കളെ കൊണ്ടുവിടുന്ന വഴിയാണ്, അവിടെ നല്ല തെളിഞ്ഞ് നടക്കുന്നത്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് മേളിലേക്ക് കയറി പോകണേ, അപ്പോഴാണ് നമുക്ക് ഡാം കാണാൻ പറ്റുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടു തുടങ്ങിയേ. നമുക്കിനി കുറച്ചും കൂടെ മേളിലേക്ക് കയറി പോകാം. ഫുള്ള് പുതപ്പില്ല കേട്ടോ, ഇതിൻ്റെ കാട്ടുപന്നി ഉണ്ടെന്ന് അറിയത്തില്ല അതിനകത്തൊക്കെ. പന്നി കിടക്കും അതിനകത്ത്. ഈ വർഷം തീയൊന്നും പിടിച്ച് പോയില്ല ഇവിടെ. ഇത് കണ്ടോ ഡാം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് കാണത്തില്ല, ഈ മരങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടേ. നമുക്ക് ആ കാണുന്ന മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാം കേട്ടോ, അപ്പോൾ നല്ല ശരിക്കും കാണാൻ പറ്റും. ഇതോടെ നല്ല അടിപൊളി വ്യൂ ആണേ. കിഴക്കളി ചോലയൊക്കെ കണ്ടോ, ഈ മരങ്ങളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നല്ല സെറ്റപ്പായിരുന്നു കാണാൻ. നമുക്ക് ഈ മരത്തിനോട്ടേക്ക് കയറാം. നമ്മൾ ഈ മരത്തിൻ്റെ പകുതി കയറിയേ, ഇത്ര നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഉണ്ടോ, നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി നോക്കാം. അതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആണേ, കണ്ടോ. പിന്നെ ഡാം ഫുള്ളായിട്ടൊന്നുമില്ലേ, നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇതുള്ളൂ കേട്ടോ. കുളമാവ്, മുല്ലക്കാനം, പിന്നെ വേങ്ങാനം, അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഉണ്ട്. ഈ കാണുന്നത് കിഴക്കളിച്ചാൽ അത്. പിന്നെ നമ്മൾ ആ വല കെട്ടുന്ന സ്ഥലം ഈ കാണുന്നത്, സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ട്, ഇവിടെ നമ്മൾ വല കെട്ടുന്നത്. ഇത്രയും ഭാഗത്ത് നമ്മൾ വല കെട്ടുന്നുള്ളൂ കേട്ടോ, അങ്ങോട്ടും നമ്മൾ പോകുന്നില്ല. ഉണ്ടോ, ഇതാണ് നമ്മുടെ കടവ്. ഇത് അങ്ങ് ദൂരെ ഒരു ടവർ കാണുന്നുണ്ടോ, അത് മൈക്രോവേവ് വ്യൂ പോയിൻ്റ് കേട്ടോ, പൈനാവ്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് കെട്ടിടങ്ങൾ കാണാൻ പറ്റും. അത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, MRS. അവിടെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഹോസ്റ്റലും സ്കൂളും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നേ. നമുക്കിവിടെ നിന്ന് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഡെയിലി സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ലായിരുന്നേ. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. പിന്നെ 1ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഈ മുല്ലക്കാട്ടത്ത് നിന്ന് കുളമാവിന് ബോട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡാമിൽ കൂടെ തന്നെ അന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1ാം ക്ലാസ്സൊക്കെ കുറച്ചാൾ അങ്ങനെ പോയി. കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇത് ഇടുക്കി ഡാമിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമുള്ളേ. പിന്നെ അങ്ങ് കിടക്കുമല്ലോ അഞ്ചുരുളിയും ചെറുതോണിയും ഇടുക്കിയും പിന്നെ അയ്യപ്പൻകോല് കുറേ കിടക്കുവാണേ. അതൊന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഇടുക്കി ഡാമിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമേ ഇതുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് ഇടയ്ക്കൊരു ദ്വീപുകൾ കാണുന്നുണ്ടോ. വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ആ വഴിക്കൊന്നും പോകാൻ പോലും പറ്റില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ഓളമായിരിക്കുമേ. വെള്ളമൊക്കെ അടിച്ച് മറച്ച് കളയും. ഭയങ്കര ഡേഞ്ചർ സ്ഥലം അതൊക്കെ. അവിടെയൊക്കെ ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ആ താഴെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു നെല്ലിമരം നിൽപ്പുണ്ട്, നമുക്ക് അതിനകത്ത് നെല്ലിക്ക ഉണ്ടോ നോക്കാം. തുടങ്ങിയിരിക്കുന്ന കേട്ടോ നെല്ലി. ഇപ്പോൾ നെല്ലിക്ക ഉണ്ടാകുന്ന സീസൺ അല്ലെന്ന് തോന്നുന്നു. എന്നാലും 1-2 കിടപ്പുണ്ടാകും, നമുക്കൊന്ന് എറിഞ്ഞു ഒഴിച്ച് നോക്കാം. ഈ കമ്പളത്ത് ടേർ കൊടുക്കാം. അവിടെ കൃത്യം ഒരു നെല്ലിക്ക വേണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പർ നെല്ലിക്ക. ഇത് മൂത്ത് വരുന്നുള്ളേ, നല്ല ചുമന്ന കളറുണ്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല റെഡ് കളറുള്ള വേറെ നെല്ലിക്ക ഉണ്ടേ, മൂത്താലും ചുമന്നതിരിക്കും. അങ്ങനത്തെ നെല്ലിക്ക ഉണ്ടേ. ഇതാ നമ്മുടെ ഇവിടുത്തെ പ്യൂണിയുണ്ടേ. പ്യൂണി ഇങ്ങനെ എല്ലാം വാച്ച് ചെയ്ത് നിൽക്കും, ഭയങ്കര കെയറിങ് ആണേ. ഇനി നമുക്ക് ആ താഴോട്ട് ഇറങ്ങി പോകാം കേട്ടോ. ശരിക്കും കുളം തേകാൻ വന്നതാണ്, പക്ഷേ തേകം നോത്തവരാണേ. ഞാൻ ഇങ്ങനെ നടക്കുക. ഇത് നോക്കി ഒരു സൈസ് കൂണുണ്ടോ, വലിയ വിഷക്കൂണമായിരിക്കും കേട്ടോ. ഇത് ഈ പുതുമഴ പെയ്തായിരുന്നല്ലേ, അപ്പം മുളച്ചു വന്നാണേ. നേരെ കട്ട് ചെയ്യാൻ ഉണ്ടോ. അപ്പോൾ നമുക്കതിന് കുളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങി പോകാവേ. കുറേ പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ, നല്ല രസമാണ്. അതുകൊണ്ട് ഈ നിൽക്കുന്ന സാധനം കണ്ടോ, ഇതാട്ടെ എടംപരി വലംപരി എന്നൊക്കെ പറയുന്നത്. ഇത് ഭയങ്കര ഔഷധമാണ്, ആയുർവേദത്തിലൊക്കെ ഉള്ളതാണ്. ഉണ്ടോ, ഇത് ഇടത്തോട്ടും വലത്തോട്ടും ഇതിന് പിരിയുണ്ടെന്ന് പറയുന്നത്. പിന്നെ കൈവെന്നൊക്കെ ഇവിടെ പറയുവേ. ഇതങ്ങനെ നമ്മൾ ആ കുളത്തിൻ്റെ അങ്ങോട്ട് എത്തിയേ.
അവിടെ ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. കാരണം കാടിന് നടുക്ക് ഇത്രയും ഔഷധ ഗുണമുള്ള വേരുകളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെള്ളമല്ലേ. നല്ല ഉറവ് കേട്ടോ അവിടെ. ഇത്ര വേനയ്ക്ക് ഇവിടെ പറ്റത്തില്ല. അതാണ്. ഇതുകൊണ്ട് ചെളിയെല്ലാം കോരിക്കളഞ്ഞ ഒരു വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കാണുന്ന കുറവാണേ, ഉണ്ടോ? നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയാൻ കണ്ടില്ലേ. ഒരേ തുള്ളി തുള്ളിയായിട്ടും ഉള്ളെങ്കിലേ പല സ്ഥലത്തു നിന്നാകുമ്പോഴത്തേക്കും ഇത് കുറേ വെള്ളമാകും കേട്ടോ. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ. പിന്നെ ഇതുകൂടാതെ നമുക്ക് താഴെ വേറെ ചെറിയ കുളം കൂടെ ഉണ്ടേ. കുളമല്ല, ഓലി. നമ്മുടെ ഇടുക്കിയിലേക്ക് ഓലി എന്നാണ് പറയുന്നത്. ഇത് അടുത്ത ഉറവാണ്. ഇങ്ങനെ പല സ്ഥലത്തു നിന്നാകുമ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളമാകും നമുക്കൊരു വീട്ടിലേക്കുള്ള വെള്ളം ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഈ ചെടിയുടെയും. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. വേറൊരു ഫീലാണ് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് പിന്നെയും കാണാതെ.